അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ ദിവസം നമുക്ക് ഓരോ ദിവസവും ഓരോ പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നലെ നമ്മൾ ആർട്ടിമിസ് 2 ദൗത്യമൊക്കെ പൂർത്തിയായി അവരുടെ സ്പ്ലാഷ് ഡൗൺ ഒക്കെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഇന്നലെ ഇതേ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ ആർട്ടിമിസ് 2 ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മിനിങ്ങാന്ന് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും അഭിമാനമായ ഗഗൻയാന്റെ സ്പ്ലാഷ് ഡൗണിന്റെ പരീക്ഷണമൊക്കെ നടത്തി ISRO വിജയിക്കുകയൊക്കെ ചെയ്ത ദിവസമായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നമ്മൾ അങ്ങനെ ഈ ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്ത ദിവസങ്ങളായിരുന്നല്ലോ. പക്ഷേ ഇന്നത്തെ ദിവസവും ഈ ബഹിരാകാശവുമായിട്ട് റിലേറ്റ് ചെയ്ത ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചെറിയൊരു ദിവസമല്ല. ഇന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം. മനുഷ്യൻ ആദ്യമായിട്ട് ആകാശത്തിനപ്പുറത്തുള്ള വിസ്മയങ്ങളിലേക്ക് യാത്ര ചെയ്തതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് കേട്ടോ ഇന്ന്. 1961 കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ മാസം 12-ന് വോസ്റ്റോക്ക് 1 എന്ന പേടകത്തിൽ യൂറി ഗഗാറിൻ ഭൂമിയെ വലം വെച്ചപ്പോൾ അത് മനുഷ്യരാശിയുടെ സകല മേഖലകളെയും മാറ്റിമറിക്കുന്ന ഒരു നേട്ടമാണെന്ന് അന്ന് അധികം ആരും തിരിച്ചറിഞ്ഞില്ല. 108 മിനിറ്റാണ് അദ്ദേഹം ഭൂമിയെ വലം വച്ചത്. ഈ സമയം മുഴുവൻ ഈ പേടകം പൂർണ്ണമായും ഗ്രൗണ്ട് സ്റ്റേഷന്റെ നിയന്ത്രണത്തിലായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭൂമിയെ അകലെ നിന്ന് കാണാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യനാണ് യൂറി ഗഗാറിൻ. ഗ്രൗണ്ട് സ്റ്റേഷനിലെ ശാസ്ത്രജ്ഞനോട് അദ്ദേഹം പറഞ്ഞു, ഭൂമി നീല നിറത്തിലാണ്, മനോഹരമാണ്. യൂറി ഗഗാറിന്റെ ആ യാത്രയ്ക്ക് 65 വയസ്സ് തികയുമ്പോൾ അന്ന് അസാധ്യമെന്ന് കരുതിയ പലതും ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു അല്ലേ? രാജ്യങ്ങൾ ചന്ദ്രനിൽ താവളം ഉണ്ടാക്കാനും ചൊവ്വയിലേക്ക് മനുഷ്യരെ അയക്കാനും ഒക്കെ പദ്ധതിയിടുകയാണ്. ബഹിരാകാശത്തെയും മറ്റ് ഗ്രഹങ്ങളെയും ഒക്കെ ഇനിയും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രശസ്ത ഓസ്ട്രോഫിസിസിസ്റ്റ് കോൾ സാഗൻ പറഞ്ഞതുപോലെ, സംവെയർ സംതിങ് ഇൻക്രെഡിബിൾ ഈസ് വെയിറ്റിംഗ് ടു ബി നോൺ. എവിടെയോ അവിശ്വസനീയമായ എന്തോ ഒന്ന് നമുക്ക് വെളിപ്പെടാനുണ്ടെന്ന്. ബഹിരാകാശ യാത്രകളും പര്യവേഷണങ്ങളും പ്രപഞ്ചത്തെ പറ്റിയുള്ള പഠനങ്ങളും ഒക്കെ ഇനിയും നടക്കട്ടെ. അതിർവരമ്പുകൾക്കും തർക്കങ്ങൾക്കും യുദ്ധങ്ങൾക്കും അപ്പുറം പ്രപഞ്ചത്തിൻ്റെ വിശാലതയിൽ നമ്മുടെ ഈ കൊച്ചു ഭൂമി എത്ര നിസ്സാരമാണെന്നും പരസ്പരം കരുതേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ഓരോ മനുഷ്യനും തിരിച്ചറിയട്ടെ അല്ലേ?